Okay, the next topic is general principles of mental health nursing. അതായത് വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് എ മെൻ്റലി ഇൽ പേഷ്യൻസ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ ഏത് മെൻ്റൽ ഇൽനെസ് ആയാലും ഏത് ജനറൽ മെഡിക്കൽ കണ്ടീഷൻ ആയാൽ പോലും നമ്മൾ സർട്ടൻ ഒരു ബിഹേവിയേഴ്സ് മസ്റ്റ് ബി ഫോളോഡ് അല്ലെങ്കിൽ സർട്ടൻ റൂൾസ് മസ്റ്റ് ബി ഫോളോഡ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൽ സൈക്കാട്രിക് പേഷ്യൻസിനെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ വി മസ്റ്റ് സ്ട്രിക്ട്ലി ബൈൻഡ് ടു സർട്ടൻ പ്രിൻസിപ്പിൾസ് സോ ദാറ്റ് വി വിൽ ഗെറ്റ് ദി മാക്സിമം ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ പറയാം. അതായത് നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പേഷ്യൻ്റ് ഈസി റിക്കവറി പോസിബിൾ ആവുകയുള്ളൂ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ദർ ആർ 12 മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. അതിൽ ഓരോന്നോരോന്ന് നമുക്കെടുക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് പേഷ്യൻ്റ് ഈസ് ആക്സെപ്റ്റഡ് എക്സാക്ട്ലി ആസ് ഹീ ഈസ്. ആ ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പേഷ്യൻ്റ് ഈസ് ആക്സെപ്റ്റഡ് എക്സാക്ട്ലി ആസ് ഹീ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ അയാളെ സ്വീകരിക്കുകയാണ്. അതായത് പേഷ്യൻറ്റിന് കുറവുകളുണ്ടാവാം, അവൻ്റെ ബിഹേവിയേഴ്സിന് പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിന് പ്രോബ്ലം ഉണ്ടാകാം, അതെല്ലാത്തിലും പ്രോബ്ലം ഉണ്ടാകും. നമ്മൾ അവനെല്ലാം നന്നായിട്ട് അവനെ സ്വീകരിക്കൂ എന്നുള്ള രീതിയിൽ അവനെ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ ദ ചാൻസ് ഓഫ് റിക്കവറി ഈസ് മച്ച് ലെസ്. അപ്പോൾ പേഷ്യൻ്റ് എങ്ങനെയാണോ അവനെ നമ്മളധികം ജഡ്ജ് ചെയ്യാതെ അവൻ്റെ കുറ്റങ്ങൾ കൂടുതൽ പറയാതെ നമ്മൾ അവനെ സ്വീകരിക്കുകയാണ്. അവനൊരു കെയറോ ഒരു ലവിങ് ഇതും അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റൊക്കെ കൊടുക്കുമ്പോൾ ദ പേഴ്സൺ വിൽ ഓൾസോ ഫീൽ മച്ച് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ പറയാം. അക്സെപ്റ്റിംഗ് മീൻസ് ബീങ് നോട്ട് ജഡ്ജ്മെൻ്റൽ. അക്സെപ്റ്റൻസ് കൺവേ ദ ഫീലിംഗ് ഓഫ് ബീങ് ലവ്ഡ് ആൻഡ് കെയർഡ്. അക്സെപ്റ്റൻസ് ചെയ്യുമ്പോൾ അവർക്കറിയാം ഹി ഓർ ഷീ ഈസ് ബീങ് ലവ്ഡ് ഓർ കെയർഡ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ ആക്സെപ്റ്റിംഗ് ഓർ വി ആർ ഗിവിങ് പെർമിഷൻ ഫോർ ദി പേഷ്യൻറ്റ് ടു ഡു എനിത്തിങ് എന്നുള്ള രീതിയിലല്ല. നമ്മൾ സർട്ടൻ ലിമിറ്റേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവനെ അധികം ക്രിട്ടിസൈസ് ചെയ്യാതെ, അവനധികം ജഡ്ജ് ചെയ്യാതെ, അവനെ നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് അവനെ നമ്മൾ ഒരു നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നു അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആക്സെപ്റ്റൻസിനെ നമുക്ക് അറിയിക്കാനായിട്ടൊരു 2-3 രീതിയിൽ നമുക്ക് പേഷ്യൻറ്റിന് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ കഴിയും. അപ്പോൾ ഡിഫറെൻറ്റ് വേസ് ത്രൂ വിച്ച് ആക്സെപ്റ്റൻസ് ആർ കൺവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ബീങ് നോൺ ജഡ്ജ്മെൻ്റൽ ആൻഡ് നോൺ പണിറ്റീവ്. അതായത് അവൻ്റെ കുറ്റങ്ങളെല്ലാം ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കാതെ അവനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. നോൺ പണിറ്റീവ്, അവൻ്റെ പണിഷ്മെൻറ്റ്സോ അല്ലെങ്കിൽ വേറെ ഒരു എന്താ പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒന്നും ഷോ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് ഈസ് ബീങ് സിൻസിയർലി ഇൻട്രസ്റ്റഡ് ഇൻ ദി പേഷ്യൻ്റ്. അതായത് നമ്മൾ സിൻസിയറായിട്ട് ആ ഒരു പേഷ്യൻറ്റിൽ ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പം നമ്മളൊരു വെൻ വി ആർ ഷോയിങ് അവർ ഫുൾ ഇൻട്രസ്റ്റ് ഇൻ ദ പേഷ്യൻറ്റ് വിൽ ഓൾസോ കോപ്പറേറ്റ് വിത്ത് അസ് ആൻഡ് ദ പേഷ്യൻറ്റ് വിൽ ഓൾസോ ഗീവ് ഹിസ് മാക്സിമം എഫേർട്ട് ടു ഹാവ് എ കമ്പൈൻഡ് നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബീങ് സിൻസിയർലി ഇൻട്രസ്റ്റഡ് ഇൻ ദി പേഷ്യൻറ്റ്, റെക്കഗ്നൈസിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓഫ് ഫീലിംഗ് വിച്ച് ദി പേഷ്യൻറ്റ് മേ എക്സ്പ്രസ്. അതായത് പേഷ്യൻ്റ് പറയുന്ന ഓരോ വാക്കിലും അവൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഡിഫറെൻറ്റ് കോൺഫ്ലിക്ട്സ്, ഡിഫറെൻറ്റ് ഇന്നർ കോൺഫ്ലിക്ട്സ്, ഇന്നർ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും റിഫ്ലക്റ്റ് ചെയ്തായിരിക്കും അവൻ്റെ ഇമോഷൻസ് വരുന്നത്. ആ ഇമോഷൻസ് പേഷ്യൻസ് ഷോ ചെയ്യുമ്പോൾ ദ നേഴ്സ് മസ്റ്റ് ഓൾസോ റിഫ്ലക്റ്റ് ദോസ് ഫീലിങ്സ്. അതായത് അവൻ ദുഃഖകരമായിട്ടുള്ള കാര്യം പറയുമ്പോൾ നേഴ്സിൻ്റെ മുഖത്തും ആ ഒരു ദുഃഖഭാവം വന്നിരിക്കണം. സോ ദാറ്റ് ദ പേഷ്യൻറ്റ് വിൽ ഫീൽ ദാറ്റ് ദ നേഴ്സ് ഈസ് റെക്കഗ്നൈസിങ് മൈ ഫീലിംഗ് ആൻഡ് ദ നേഴ്സ് ഈസ് ഓൾസോ എംപത്തൈസിങ് അലോങ് വിത്ത് മീ എന്നുള്ളൊരു കൺസിഡറേഷൻ അവിടെ വരികയാണ്. അല്ലാതെ നമ്മൾ പേഷ്യൻ്റ് പറയുമ്പോൾ നിർവികാരനായിട്ടോ അല്ലെങ്കിൽ വേറെ അലസഭാവത്തിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ദ പേഷ്യൻറ്റ് മൈ ഫീൽ ദാറ്റ് he or she is not interested in my feelings and what is the need of conveying or ventilating my feelings towards her എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നേക്കാം. അപ്പോൾ നമ്മൾ ഒരു ആക്റ്റീവ് ലിസണിങ് ഉണ്ടാവണം, റെക്കഗ്നൈസിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഫീലിങ്സ്. അതായത് പേഷ്യൻ്റ് പറയുന്ന ഫീലിങ്സിനെ, ഇമോഷനെ റെക്കഗ്നൈസ് ചെയ്ത് അത് നമ്മൾ നമ്മുടെ മുഖഭാവത്തിലൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യണം.
ദെൻ നെക്സ്റ്റ് ഈസ് ടോക്കിംഗ് വിത്ത് എ പർപ്പസ്. ടോക്കിംഗ് വിത്ത് എ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു പർപ്പസോട് കൂടി, അതായത് നമ്മുടെ മേജർ പർപ്പസ് ഈസ് ഈസി റിക്കവറി ഓഫ് ദി ക്ലയൻറ്റ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഈസി റിക്കവറി ഓഫ് ദി ക്ലയൻറ്റ് അൾട്ടിമേറ്റ് പർപ്പസാണ്. ആ പർപ്പസിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ പല രീതിയിലുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അതിനെ എന്തെങ്കിലുമൊക്കെ പേഷ്യൻറ്റിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഡയഗ്നോസിസിനോ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിനോ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടോക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്യുവാൻ. ആക്റ്റീവ് ലിസണിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. വെൻ എ പേഴ്സൺ ഈസ് ആക്റ്റീവ്ലി ലിസണിങ് ടു another person, the person will feel that he is interested in me and he is the right person to whom I must tell my ഇന്നർ കോൺഫ്ലിക്ട്സ് എന്നൊക്കെ രീതിയിൽ പറയാൻ പറ്റും. അതായത് ലിസണിങ്, അതായത് നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ലിസൺ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആരും കേൾക്കുന്നില്ലെങ്കിൽ വി കാൺ മേക്ക് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദം. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ലിസണിങ് അത് അറിയാമെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ പെർമിറ്റിംഗ് പേഷ്യൻറ്റ് ടു എക്സ്പ്രസ് സ്ട്രോങ്ലി ഹെൽഡ് ഫീലിങ്സ്. അതായത് പേഷ്യൻറ്റിന് എന്തൊക്കെ ഇന്നർ ഫീലിങ്സ് ഉണ്ടോ, ദുഃഖമോ ദേഷ്യമോ എന്തൊക്കെയാണോ ഉള്ളിൽ അടക്കി വെച്ചിട്ടിരിക്കുന്നത് അതെല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവനോട് കയർക്കാതെ വി മസ്റ്റ് അവനെ സാന്ത്വനിപ്പിച്ച് അവനെ വേറെ രീതിയിലേക്കൊന്ന് ഡൈവേർട്ടൊക്കെ ചെയ്ത് വിട്ട് നമുക്ക് ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുകയുമായി പേഷ്യൻറ്റിന് ആ ഒരു സെൻസ് ഓഫ് റിലീഫ് ഫീലിങ്ങും വരും. നമുക്കറിയാം എന്ത് ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും വെന്റിലേറ്റ് മീൻസ് ടു സ്പീക്ക് ഓപ്പൺലി എന്നുള്ള രീതിയിൽ പറയാം. ഒരാളോട് തുറന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സെൻസ് ഓഫ് കംഫർട്ട് ഫീൽ ചെയ്യുമെന്നറിയാം. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കർ നമുക്ക് അറിയാം. പ്രഷർ കുക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ പ്രഷർ കുക്കറിൽ നമ്മൾ തീ കത്തിച്ച് വെച്ചേക്കുകയാണ്, അതിൻ്റെ മുകളിൽ വിസിൽ കെട്ടി വെച്ചേക്കുക, വിസിലടിക്കാൻ പാകത്തിന് അടിക്കുന്നില്ല എന്ന രീതിയിൽ കെട്ടി വെച്ചേക്കുകയാണെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെ നമുക്ക് ഒരു മനസ്സായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ വിസിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതായത് കുക്കർ നോർമലായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൻ്റെയും കാര്യം. അതായത് നമ്മുടെ ഇന്നർ ഫീലിങ്സ് ഒക്കെ നമ്മൾക്ക് ആരോടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, വെന്റിലേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളും എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിച്ചേക്കാം. പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ എക്സ്പ്ലോഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു വൈകാരികമായി പൊട്ടിത്തെറിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള അറിയാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പോൾ പേഷ്യൻറ്റിന് അവൻ്റെ ഫീലിങ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുക. അപ്പോൾ ദീസ് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് that we are using to show that we are accepting the patient എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇതായിരുന്നു, പേഷ്യൻ്റ് ഈസ് അക്സെപ്റ്റഡ് എക്സാക്ട്ലി ആസ് ഹീസ്. അതിൻ്റെ അകത്ത് നമ്മൾ അക്സെപ്റ്റൻസ് ഷോ ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരുന്നു ബീയിങ് നോൺ ജഡ്ജ്മെൻ്റൽ, ബീയിങ് നോൺ പണിറ്റീവ്, being sincerely interested in patient, recognizing and reflecting of feeling which patient may express, talking with a purpose, listening and permitting the patient to express strongly held feelings. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ആണ് യൂസ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആസ് എ തെറാപ്യൂട്ടിക് ടൂൾ. അതായത് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. സൈക്കാട്രിക് നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. എന്താണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്? Self-understanding means self-awareness. What do you mean by awareness regarding self? We must be aware about our abilities, our knowledge, our skills, our limitations, our interest. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ രീതിയിലുള്ള പോസിറ്റീവും നെഗറ്റീവും ആസ്പെക്ട്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നോളജിനെ നമുക്ക് സെൽഫ് അവെയർനെസ് എന്നുള്ളത് എടുക്കാൻ പറ്റും. അപ്പോൾ ആ സെൽഫ് അവെയർനെസ് എന്നുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ ആ ഒരു കെയറിലേക്ക് വരാൻ. അതായത് നമ്മുടെ പേഴ്സണൽ ബയാസോ
ബയാസ് അല്ലെങ്കിൽ പ്രിജുഡൈസ്ഡ് പ്രിജുഡൈസ്ഡ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻവിധികളോടുകൂടി കാണുന്നു. അതായത് ഇവൻ ഇന്ന തരക്കാരനാണ്, ഇവൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള മുൻവിധിയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ വി കാൺട്ട് റീച്ച് ദി ഗോൾ, അതായത് ഒരു ഈസി റിക്കവറി പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ സെൽഫ് അവെയർനെസ് മനസ്സിലാക്കി നമ്മളുടെ പരിമിതികളെല്ലാം നമ്മൾ ഒതുക്കി വെച്ചുകൊണ്ട് വേണം പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ. A psychiatric nurse should have a realistic self-concept and should be able to recognize own feelings, attitudes and responses. Her ability to be aware and to accept her own strengths and limitations should help her to see the strengths and limitation in other people too. അതായത് നമ്മുടെ കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ള ഒരാളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവും. അപ്പോൾ ദാറ്റ് ഈസ് യൂസ് ഓഫ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആസ് എ തെറാപ്യൂട്ടിക് ടൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ തേർഡ് പ്രിൻസിപ്പിൾ ഈസ് കൺസിസ്റ്റൻസി ഈസ് യൂസ്ഡ് ടു കോൺട്രിബ്യൂട്ട് ടു പേഷ്യൻ്റ് സെക്യൂരിറ്റി. അതായത് സൈക്കാട്രിക് ഹോസ്പിറ്റൽസിൽ പൊതുവേ ഒരു റുട്ടീൻ ഉണ്ടാവാറുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും റുട്ടീൻ ഉണ്ട്, പക്ഷേ സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ഒരു സ്ട്രിക്റ്റ് റുട്ടീൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇത്ര സമയത്ത് ഭക്ഷണം, ഇത്ര സമയത്ത് അവരുടെ കുളിക്കാനുള്ള സമയം, ഇത്ര സമയത്ത് അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് റൂം പോലുള്ളൊരു റൂം കൊടുക്കുന്നു, ഇത്ര സമയത്ത് എക്സസൈസ് ചെയ്യാനുള്ള ഒരു സമയം. അപ്പോൾ വി ആർ മെയിൻറ്റെയിനിങ് എ റുട്ടീൻ. ആ റുട്ടീൻ ഉള്ളപ്പോൾ പേഷ്യൻറ്റിന് ആങ്സൈറ്റി കുറയാനുള്ള ചാൻസ് ആണുള്ളത്. അതായത് പേഷ്യൻറ്റിന് ഒരു ഒരു നോൺ റുട്ടീനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലുള്ള ഒരു ദിനചര്യയാണെങ്കിൽ പേഷ്യൻറ്റിന് ചിലപ്പോൾ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ സിവിയർ ഡിപ്രഷൻ, അവൻ്റെ ആ ഒരു ആങ്സൈറ്റി, അവൻ്റെ ഒരു ഉത്കണ്ഠ കൂടാനുള്ള ചാൻസ് ആണ് കൂടുതൽ. പേഷ്യൻറ്റിന് ഒരു റുട്ടീനായിട്ട് എല്ലാം കിട്ടുകയാണെങ്കിൽ ദ പേഴ്സൺ വിൽ stick to that and he will also adapt to that certain routines. അപ്പോൾ consistency means having certain routine pattern that does not change from one day to another. അതായത് ഡെയിലി ചേഞ്ച് ചെയ്യില്ലാത്ത രീതിയിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പാറ്റേൺ, ആ പാറ്റേൺ ഉണ്ടെങ്കിൽ ആ പാറ്റേൺ നമ്മുടെ ബിഹേവിയേഴ്സിലും ഉണ്ടാകണം. അതായത് ആദ്യത്തെ ദിവസം പേഷ്യൻറ്റിനോട് നല്ല ഒരു കെയറോട് കൂടി അല്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റോടു കൂടി സംസാരിച്ച് രണ്ടാമത്തെ ദിവസം നമ്മൾ ആ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഷോ ചെയ്യുകയാണെങ്കിൽ ദ പേഷ്യൻറ്റ് ഈസ് വിൽ ബി വെരി മച്ച് വറിഡ് ബിക്കോസ് ദ പേഷ്യൻറ്റ് ഈസ് എക്സ്പെക്ടിങ് യു ടു ഡു ആസ് ദ ഡേ ബിഫോർ. അതായത് തലേദിവസം എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തത് അത് തന്നെയായിരിക്കും ദ നെക്സ്റ്റ് ഡേ. ദ നഴ്സ് വിൽ ഓൾസോ കം ആൻഡ് ടോക്ക് ടു മീ ആൻഡ് ഐ ക്യാൻ ഓൾസോ വെന്റിലേറ്റ് മൈ അതർ ഫീലിങ്സ് ഓൾസോ ടു ഹെയർ എന്നുള്ള രീതിയിൽ പേഷ്യൻറ്റ് ചിലപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ആ ദിവസം നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ദ പേഷ്യൻറ്റ് മേ ഫീൽ മച്ച് ഡിപ്രസ്ഡ് ഓർ മച്ച് സ്ട്രെസ്ഡ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ എന്താണ് കൺസിസ്റ്റൻസി ഈസ് യൂസ്ഡ് ടു കോൺട്രിബ്യൂട്ട് ടു പേഷ്യൻറ്റ് സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then next principle is reassurance should be given in a subtle and acceptable manner. അതായത് നമ്മൾ കൊടുക്കുന്ന റീഅഷുറൻസ് ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റീഅഷുറൻസ് ആയിരിക്കണം. വി മസ്റ്റ് നോട്ട് ഗീവ് ഫോൾസ് റീഅഷുറൻസ് ടു ദി പേഷ്യൻറ്റ്. ആ പേഷ്യൻറ്റിന് എല്ലാം മനസ്സിലാകുന്ന രീതിയിൽ, അതായത് മനസ്സിലാകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിനോട് പറയുകയാണ്, ഒരു സിവിയർ പ്രോബ്ലം ഉള്ള ഒരു പേഷ്യൻറ്റ് വരുവാണെങ്കിൽ അവനോട് പറയാം, നീ ഒന്നും പേടിക്കണ്ട, 2 ദിവസം മരുന്ന് കഴിച്ചാൽ മതി, നിൻ്റെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫോൾസ് റീഅഷുറൻസ് ആണ്. കാരണം പേഷ്യൻറ്റ് ചിലപ്പോൾ ഇതിനു മുമ്പ് ഒരു 3-4 ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. അതും 6 മാസം അല്ലെങ്കിൽ 3 മാസം ദൈർഘ്യമുള്ള ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ടായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫോൾസ് ആയിട്ടുള്ള റീഅഷുറൻസ് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് നമ്മളോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റീഅഷുറൻസ് കൊടുക്കുന്നത് നല്ലതാണ്, ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഇൻ എ സബ്റ്റിൽ ആൻഡ് അക്സെപ്റ്റബിൾ മാനർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ദെൻ 5th പ്രിൻസിപ്പിൾ ഈസ് പേഷ്യൻസ് ബിഹേവിയർ ഈസ് ചേഞ്ച്ഡ് ത്രൂ ഇമോഷണൽ എക്സ്പീരിയൻസ് ആൻഡ് നോട്ട് ബൈ റാഷണൽ ഇൻ്റർപ്രിട്ടേഷൻ. അതായത് പേഷ്യൻറ്റിൻ്റെ ബിഹേവിയർ, അതായത് നമ്മൾക്കറിയാം എല്ലാ ബിഹേവിയറും നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതായത് ഓൾ ബിഹേവിയേഴ്സ് ആർ ലേൺഡ് ആൻഡ് മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ക്യാൻ ബി അൺലേൺഡ് എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ ബിഹേവിയേഴ്സും, നമ്മളിതുവരെയുള്ള എല്ലാ ബിഹേവിയറും നമ്മൾ എവിടെ നിന്നോ പഠിച്ചതാണ്. ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അൺലേൺ ചെയ്തിട്ട് അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ആയിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലും മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അതിനെ അൺലേൺ ചെയ്ത് ഒരു അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയറിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് സർട്ടൻ തെറാപ്യൂട്ടിക് മൊഡാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ
അവിടെയെല്ലാം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ്, നോട്ട് ഓൺ ദി റാഷണൽ ഇൻ്റർപ്രിട്ടേഷൻ. അതായത് പേഷ്യൻറ്റിനെ അധികം ഇൻ്റലക്ച്വൽ വൈസ് അല്ലെങ്കിൽ അധികം റാഷണൽസ് ഒക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാതെ അവരുടെ ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് മേജർ ഫോക്കസ് ഇൻ സൈക്യാട്രി ഈസ് ഓൺ ഫീലിങ്സ് ആൻഡ് നോട്ട് ഓൺ ദി ഇൻ്റലക്ച്വൽ ആസ്പെക്ട്. ആ പേഷ്യൻറ്റിൻ്റെ ഇൻ്റലക്ച്വൽ ആസ്പെക്ട്സ് അതേ നോക്കാതെ അവൻ്റെ ഫീലിങ്സ്, ആ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അണ്ടർലൈൻ കോസിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അതിന് നമുക്കൊരു കെയർ, അതിന് അനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസൊക്കെ പ്ലാൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ദാറ്റ് ഈസ് ദ 5th പ്രിൻസിപ്പിൾ ഓഫ് ദി മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. ദെൻ 6th പ്രിൻസിപ്പിൾ ഈസ് അൺനെസസറി ഇൻക്രീസ് ഇൻ പേഷ്യൻസ് ആങ്സൈറ്റി ഷുഡ് ബി അവോയ്ഡഡ്. അതായത് പേഷ്യൻറ്റിൻ്റെ ആങ്സൈറ്റി കൂട്ടുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ ഒഴിവാക്കണം. ദ ഫോളോയിങ് അപ്രോച്ചസ് മേ ഇൻക്രീസ് ദ പേഷ്യൻ്റ് ആങ്സൈറ്റി ആൻഡ് ഷുഡ് ബി അവോയ്ഡഡ്. അതായത് പേഷ്യൻറ്റിൻ്റെ ആങ്സൈറ്റി കൂടുന്ന രീതിയിലുള്ള ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേഴ്സ് സ്വയം ആങ്സൈറ്റി പ്രകടിപ്പിക്കുക. അതായത് പേഷ്യൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നേഴ്സ് ഓൾറെഡി ആങ്ഷ്യസ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ പേഷ്യൻറ്റ് വിൽ ഓൾസോ ഫീൽ ഡിസ്കംഫർട്ട് ആൻഡ് ഹീ വിൽ ഓൾസോ ബിക്കം ആങ്ഷ്യസ് എന്നുള്ള രീതിയിൽ പറയാം. ഷോയിങ് അറ്റൻഷൻ ടു പേഷ്യൻസ് ഡെഫിസിറ്റ്സ് അല്ലെങ്കിൽ കുറവുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അവിടെ പേഷ്യൻ്റെ ആങ്സൈറ്റി കൂടിയേക്കാം. അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യിക്കുക. അതായത് ദ പേഷ്യൻ്റ് ഈസ് ഗീവൺ സർട്ടൻ ടാസ്ക് ഇൻ വിച്ച് ദ പേഴ്സൺ മേ ഫേസ് റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെയുള്ള റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യുമ്പോൾ ദ ആങ്സൈറ്റി ഓഫ് ദി പേഷ്യൻ്റ് വിൽ ഇൻക്രീസ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. ദെൻ കൂടുതലായിട്ടും കടുത്ത് സംസാരിക്കാതിരിക്കുക. ഷാർപ്പ് കമൻറ്റ്സ് ആൻഡ് ഷോയിങ് ഇൻഡിഫറൻസ്, അതായത് വകഭേദങ്ങളൊന്നും കാണിക്കാതെ വേണം നമ്മൾ പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യാൻ. എല്ലാ പേഷ്യൻസിനോടും ആ ഒരു സെയിം ഒരു കൺസിസ്റ്റൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ബിഹേവ് ചെയ്യാൻ. അപ്പോൾ അൺനെസസറി ഇൻക്രീസ് ഇൻ പേഷ്യൻസ് ആങ്സൈറ്റി ഷുഡ് ബി അവോയ്ഡഡ് എന്നുള്ള രീതിയിലുള്ള 6th പ്രിൻസിപ്പിളാണ് ഉള്ളത്. ദെൻ 7th ഈസ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ബിഹേവിയർ. അതായത് പേഷ്യൻറ്റിന് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ, നമ്മുടെ ഒരു സൈക്കാട്രിക് നഴ്സിൻ്റെ ഏറ്റവും വലിയൊരു സ്കില്ല് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ സ്കില്ലാണ്. അതായത് പേഷ്യൻ്റ് ചിലപ്പോൾ നല്ല സന്തോഷവാനായിട്ടൊക്കെ ചിലപ്പോൾ സംസാരത്തിൽ പറഞ്ഞേക്കാം, പക്ഷേ അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും വി ക്യാൻ ലേൺ മെനി തിങ്സ്. അതായത് അവൻ ആങ്ഷ്യസ് ആണോ, അവൻ പറയുന്ന കാര്യം ശരിയാണോ, അവൻ ഒരാളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ശരിക്കും അവൻ്റെ ഇന്നർ ഫീലിങ്സ് അതാണോ എന്നുള്ളതൊക്കെ ഒരു പരിധി വരെ ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ത്രൂ ഹിസ് ഇമോഷൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ്. അപ്പോൾ അതെല്ലാം ഒബ്സർവ് ചെയ്ത് അതിനെ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി ഈസ് ആൻ എബിലിറ്റി ടു ഇവാലുവേറ്റ് എക്സാക്ട്ലി വാട്ട് ദ പേഷ്യൻറ്റ് വാണ്ട്സ് ടു സേ ആൻഡ് നോട്ട് മിക്സ് അപ്പ് വൺസ് ഓൺ ഫീലിങ്സ്, ഒപ്പീനിയൻ, ജഡ്ജ്മെൻറ്റ്. അതായത് പേഷ്യൻ്റ് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഫുൾ ഇന്നർ ഫീലിങ്സോട് കൂടി നമുക്ക് അവൻ്റെ കാര്യങ്ങൾ അവൻ്റെ ഒബ്ജക്റ്റിവിറ്റി, അതായത് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇന്നർ ഫീലിങ്സോ ഇതൊന്നും, അതായത് നേഴ്സിൻ്റെ ഇന്നർ ഫീലിങ്സ് ഒന്നും അതിലേക്ക് മിക്സപ്പ് ചെയ്ത് അത് നമ്മുടെ ബയാസ് ആൻഡ് പ്രിജുഡൈസ്ഡ് തോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്റ്റിഗ്മ ഇങ്ങനെയുള്ളതെല്ലാം ഒരു വഴിയിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വേണം we must take care of the patient. Then 8th പ്രിൻസിപ്പിൾ ഈസ് മെയിൻറ്റെയിൻ റിയലിസ്റ്റിക് നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്. അതായത് ഒരു റിയലിസ്റ്റിക് ഓർ പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾക്ക് സെർട്ടൻ ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറി കടന്ന് നമ്മൾ പോകരുത്. ആ പേഷ്യൻറ്റിനും ആ ബൗണ്ടറി കിടക്കാൻ അനുവദിക്കരുത്. സെർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഉള്ള നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള സെൽഫ് കൺസെപ്റ്റ്സ് ആൻഡ് എംപത്തൈസിങ് ടു ദി പേഷ്യൻറ്റ്. എന്താണ് എംപത്തൈസിങ് ടു ദി പേഷ്യൻറ്റ്? എംപത്തൈസിങ് മീൻസ് പുട്ടിങ് വൺ സെൽഫ് ഇൻ പ്ലേസ് ഓഫ് അതേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എംപതി എന്ന കാര്യത്തെ പറയാം. അതായത് പേഷ്യൻറ്റിൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ ആ വികാരം അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയാം. പക്ഷേ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആ ഒരു ബൗണ്ടറി വയലേഷൻ ഒന്നും കൂടാതെ നമ്മളൊരു സർട്ടൻ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം പേഷ്യൻറ്റിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അവോയ്ഡ് ഫിസിക്കൽ ആൻഡ് വെർബൽ ഫോഴ്സസ് ആസ് മച്ച്
മച്ച് ആസ് പോസിബിൾ. അതായത് നമുക്കറിയാം പേഷ്യൻറ്റിനെ നമ്മൾ അടിക്കുകയോ ഇടിക്കുകയോ ദേഷ്യപ്പെടുകയോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ദാറ്റ് മസ്റ്റ് ബി അവോയ്ഡഡ് ആസ് മച്ച് ആസ് പോസിബിൾ. നഴ്സിംഗ് കെയർ ഈസ് സെൻറ്റേർഡ് ഓൺ ദി പേഷ്യൻറ്റ് ആസ് എ പേഴ്സൺ ആൻഡ് നോട്ട് ഓൺ കൺട്രോൾ ഓഫ് സിംറ്റംസ്. അതായത് പേഷ്യൻറ്റിൻ്റെ നമ്മൾ നഴ്സിംഗ് കെയർ കൊടുക്കുന്നത് പേഷ്യൻ്റ് ആസ് എ പേഴ്സൺ, അതായത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കണം. അത് സിംറ്റത്തിനെ മാത്രം നമ്മൾ കേന്ദ്രീകരിച്ച് നമ്മുടെ കെയർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ സിംറ്റംസ് ഒരേ രീതിയിൽ കാണിക്കുന്ന രണ്ട് വ്യക്തികൾ രണ്ട് നീഡ്സ് ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ ആ രണ്ട് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് സിംറ്റം വൈസ് ആണ് നമ്മൾ മാനേജ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി അഫക്റ്റ് ദി പേഷ്യൻ്റ്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവൻ്റെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ച് വേണം നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് റെജിമെൻ പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഓൾ എക്സ്പ്ലനേഷൻ of procedure and other routines are given according to the level of understanding of patient. അതായത് പേഷ്യൻ്റെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വെച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതായത് പേഷ്യൻ്റ് അൺഎഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ആ രീതിയിൽ പേഷ്യൻറ്റിന് നമ്മൾ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ അധികം മെഡിക്കൽ ടേംസോ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിൾ ലാംഗ്വേജിൽ അവന് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. ആൻഡ് വി മസ്റ്റ് ഓൾസോ ക്ലാരിഫൈ ദാറ്റ് ഈസ് ദർ എനി പ്രോബ്ലം ഓർ ഇഫ് ദർ എനി ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ സജഷൻസ്, ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ദി സെൽഫ് എസ്റ്റീം ഓഫ് ദി പേഷ്യൻറ്റ്. ദെൻ 12th one, the last one is many procedures are modified but the basic principles remain unaltered. അതായത് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഓരോരോ പേഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ പ്രൊസീജിയർ ഓരോ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന രീതി എല്ലാം ചേഞ്ച് ചെയ്തേക്കാം. കാരണം ഓരോ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ആ ഒരു രീതിക്ക് വേണം പേഷ്യൻറ്റിനോട് നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് അതെല്ലാം സെയിം ആയിരിക്കും. അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലായിടത്തും സെയിം ആയിരിക്കും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പണിഷ്മെൻറ്റ് ഒഴിവാക്കുന്നുണ്ട്, ഒരു റിയലിസ്റ്റിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രിൻസിപ്പിൾസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ പ്രൊസീജിയർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊസീജിയേഴ്സിൽ ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻ വരുത്തിയേക്കാം. പക്ഷേ ഇതിൻ്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ് റിമെയിൻ അൺചേഞ്ച്ഡ് എന്നുള്ള രീതിയിൽ പറയാം. ദീസ് ആർ ദി 12 പ്രിൻസിപ്പിൾസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് അക്സെപ്റ്റിംഗ് ദി പേഷ്യൻ്റ് exactly as he is. Second is self-understanding as a therapeutic tool. Third is consistency is used to contribute to patient security. Reassurance should be given in a subtle and acceptable manner. Patient's behavior is changed through emotional experience and not by rational interpretation. Unnecessary increase in patient's anxiety should be avoided. Objective observation of patient to understand his behavior. Maintain a realistic nurse-patient relationship. Avoid physical and verbal forces as much as possible. Nursing care is centered on the patient as a person and not on the control of symptoms. The next principle is all explanations of procedures and other routines are given according to the patient's level of understanding. Then many procedures are modified but basic principles remain unchanged. These are the 12 basic principles of mental health nursing.